മഹാത്മാ കാവാരിക്കുളം കണ്ടൻ കുമാരൻ സാംസ്കാരിക സമിതി സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. പെരുമ്പോർ SNDP ഹാളിൽ നടന്ന പരിപാടി രക്ഷാധികാരി KK ശിവൻ ഉദ്ഘാടനം ചെയ്തു. കാവാരിക്കുളം കണ്ടൻ കുമാരൻ സാംസ്കാരിക സമിതിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പഠനോപകരണ വിതരണം പെരുമ്പോർ SNDP ഹാളിൽ വെച്ച് നടന്നു. കേരളത്തിന്റെ സാമൂഹ്യ ചരിത്ര രചനകളിൽ നിന്നും ബോധപൂർവം പിന്തള്ളപ്പെട്ട നവോത്ഥാന നായകനും സാമൂഹിക പരിഷ്കർത്താവും 52 ഏകാധ്യാപക വിദ്യാലയങ്ങൾ സ്ഥാപിച്ച വിദ്യാഭ്യാസ പ്രവർത്തകനും ശ്രീമൂലം പ്രജാസഭ അംഗവുമായിരുന്ന മഹാത്മാ കാവാരിക്കുളം കണ്ടൻകുമാരൻ നടത്തിയ പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ ഉയർത്തിക്കൊണ്ടുവരുന്നതിനും പട്ടികജാതി വർഗ വിഭാഗങ്ങളുടെയും മറ്റ് സാധാരണ ജനവിഭാഗങ്ങളുടെയും കലാ കായിക സാഹിത്യ വിദ്യാഭ്യാസപരവുമായ ഉന്നതിയെ ലക്ഷ്യമിട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നതിനായി രൂപീകരിച്ചിട്ടുള്ളതാണ് കാവാരിക്കുളം കണ്ടൻകുമാരൻ സാംസ്കാരിക സമിതി. 1ാം ക്ലാസ് മുതൽ +2 വരെയുള്ള ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണം സമിതിയുടെ നേതൃത്വത്തിൽ നടത്തി. സംസ്ഥാന പ്രസിഡന്റ് NK സുബ്രഹ്മണ്യന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനം രക്ഷാധികാരി KK ശിവൻ ഉദ്ഘാടനം ചെയ്തു. ദേശീയ രാഷ്ട്രീയമായ ഭാരതീയ ജനതാ പാർട്ടിയുടെ പട്ടികജാതി മോർച്ചയിലേക്ക് 28/8/2019 അന്ന് കുന്നത്തനാട് നിയോജക മണ്ഡലത്തിൻ്റെ പ്രസിഡന്റായിരുന്ന ഞാൻ, അന്ന് പെരുമ്പാവൂർ നിയോജക മണ്ഡലത്തിൻ്റെ പ്രസിഡന്റായിരുന്ന ശ്രീമാൻ NK സുബ്രഹ്മണ്യൻ, ആലുവ നിയോജക മണ്ഡലത്തിൻ്റെ പ്രസിഡന്റായിരുന്ന ബേബി നമ്പേലി, നമ്മുടെ പ്രിയങ്കരനായ നേതാവ് ശ്രീമാൻ ഉണ്ണികൃഷ്ണൻ, ഇവരെല്ലാം പങ്കെടുത്ത യോഗത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ എറണാകുളം ജില്ലാ കമ്മിറ്റി കൂടുമ്പോൾ ആ ഓഫീസിൽ വെച്ച് ആ കമ്മിറ്റിയിൽ ഞാൻ ആവശ്യപ്പെട്ടത് അയ്യൻകാളിയുടെ ജന്മദിനം ആഘോഷിക്കുന്നതോടൊപ്പം തന്നെ കാവാരിക്കുളം കണ്ടൻകുമാറിൻ്റെ ജന്മദിനം കൂടി ആഘോഷിക്കാനുള്ള സത്വര നടപടികൾ സ്വീകരിക്കണമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അന്നത്തെ ജില്ലാ പ്രസിഡന്റ് ഷാജി മുത്തേടനും SI മോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന CM മോഹനനും അന്ന് കേരളക്കരയുടെ കരുത്തനായ നേതാവ് PM വേലായുധൻ ചേട്ടനുമൊക്കെ ഇരിക്കുന്ന വേദിയിലാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. 2020 മുതൽ 2022 മുതൽ കാവാരിക്കുളം കണ്ടൻകുമാറിൻ്റെ ജന്മദിനം ഭാരതീയ ജനതാ പാർട്ടിയെ കൊണ്ട് ആഘോഷിക്കുവാനും ഈ വേദിയിൽ വെച്ച് ആശയം ഭാരതീയ ജനതാ പാർട്ടിയുടെ പട്ടികജാതി മോർച്ചയിലേക്ക് എത്തിച്ച വ്യക്തി എന്ന നിലയിൽ എന്നെ ഭാരതത്തിൻ്റെ പരമോന്നത പത്മശ്രീ നേടിയ നമ്മുടെ എല്ലാം സംഘടനാ വൈഭവത്തിൻ്റെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുവാൻ ഈ കേരളക്കരയിലെ മുഴുവൻ ആളുകളെയും പഠിപ്പിച്ച ആദർശധീരനായ പകരം വയ്ക്കാനില്ലാത്തൊരു നേതാവായ MK കുഞ്ഞൂൽ മാഷിൽ നിന്ന് ഞാൻ ഈ വേദിയിൽ വെച്ച് അതിൻ്റെ ആദരവ് ഏറ്റുവാങ്ങുകയുണ്ടായി. കാവാരിക്കുളം കണ്ടൻകുമാരൻ സാംസ്കാരിക വേദിയുടെ പ്രവർത്തനത്തിനായി വേണ്ടത് ഞാൻ ഈ അവസരത്തിൽ കഥ ഓർത്തു പോവുകയാണ്. രാമായണത്തിൽ ശ്രീരാമനും ലക്ഷ്മണനും സീതയും ഒക്കെ 14 സംവത്സരം വനത്തിലേക്ക് പോകുന്ന രംഗമുണ്ട്. ആ രംഗം അവരെല്ലാം യാത്രയാകുമ്പോൾ ആ അയോധ്യ രാജധാനിയിൽ മുഴുവൻ ആളുകളോടും യാത്ര ചോദിച്ചുകൊണ്ടിറങ്ങുമ്പോൾ അവരുടെ മാതാവായ ശ്രീരാമചന്ദ്രനും മാതാവായ കുന്തിദേവി പറയുന്നു, ലോക സൃഷ്ടാവായ ബ്രഹ്മാവേ മഹാവിഷ്ണു മഹേശ്വര ദിക്പാലകരെ എൻ്റെ മക്കളെ കാത്തുകൊള്ളണേ, എൻ്റെ മക്കളെ സംരക്ഷിക്കണേ. ആ ഒരു പ്രാർത്ഥനയാണ് ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും സീതാദേവിക്കും പരിവാരങ്ങൾക്കുമായി ആ അമ്മയ്ക്ക് കൊടുക്കാൻ കഴിഞ്ഞത്. ഖജാൻജി CI ഉണ്ണികൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ വിതരണത്തിന്റെ ഉദ്ഘാടനം സംസ്ഥാന പ്രസിഡന്റ് NK സുബ്രഹ്മണ്യൻ നിർവഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി KK കുമാരൻ മുഖ്യപ്രഭാഷണം നടത്തി. സാഹിത്യരംഗത്ത് സ്വാസ്തി എന്ന കവിതാ സമാഹാരം എഴുതി പുസ്തകം പ്രസിദ്ധീകരിച്ച MK അമ്മിണി എടുത്തുരുത്ത്, അയൽപ്പക്കത്തായം എന്ന കവിതാ സമാഹാരം എഴുതി പുസ്തകമായി പ്രസിദ്ധീകരിച്ച പ്രസന്നൻ രാജൻ വല്ലായിപ്പറമ്പിൽ എന്നിവരെ സംസ്ഥാന സെക്രട്ടറി PK ബിജുകുമാർ, KK ഭാസ്കരൻ എന്നിവർ പൊന്നാടയണിയിച്ച് ആദരിച്ചു. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.